ലോകകപ്പിൽ ഇന്ന് ആരാധകർ കാത്തിരിക്കുന്ന വമ്പന്മാരുടെ പോരാട്ടങ്ങളുണ്ട്. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ സ്പെയിനെ നേരിടും. രാത്രി 12:30 ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ മത്സരവുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ്, സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടുന്ന ഒരു കളിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത് 2018 ആ മത്സരമാണ്, ലോകകപ്പ് മത്സരം. അന്ന് ഏതാണ്ട് 88ാമത്തെ മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ ആ ഗോളിൽ ആ മത്സരം ഒപ്പം പിടിച്ച് പോർച്ചുഗൽ നടത്തിയ ആ പോരാട്ട വീര്യം അതിപ്പോഴും മറന്നിട്ടില്ല. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു, വീണ്ടും ഒരു ലോകകപ്പ് എത്തിയിരിക്കുന്നു. ഇന്നത്തെ കളിയിൽ ആരാണ് മുൻപിൽ? ഈ ബലാബലം പരിശോധിക്കുമ്പോൾ ആർക്കാണ് സാധ്യത കൂടുതൽ? എന്തൊക്കെയാണ് ഈ കളിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ? അമല, ഈ പോരാട്ടം ഇനി അറിയപ്പെടുക, അതായത് നമ്മൾ ഇനി മത്സരം കാണാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ, അതായത് അവസാന ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന്റെ നിരയിൽ അണിനിരക്കുമ്പോൾ മറുവശത്ത് സ്പെയിനൊപ്പം ലെമീൻ യമാൽ എന്ന ഇനിയിപ്പോൾ ഫുട്ബോളിന്റെ വാഗ്ദാനം എന്നൊക്കെ അറിയപ്പെടുന്ന ലെമീൻ യമാൽ സ്പെയിനിന് വേണ്ടി അവൻ ആദ്യ ലോകകപ്പ് കളിക്കുന്നത്. അങ്ങനെ ആദ്യ ലോകകപ്പ് കളിക്കുന്ന ലെമീൻ യമാലും അവസാന ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള പോരാണ് ഇനി അല്പസമയത്ത് 12:30 തന്നെ മത്സരം ആരംഭിക്കും. ഡാലസിൽ സാക്ഷിയാവാൻ പോവുക. ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടീമിന്റെയും പ്ലേയിങ് 11 പുറത്തു വന്നിട്ടുണ്ട്. അവസാനം നോക്കൌട്ട് ജയിച്ച അതേ ടീമിനെ രണ്ട് ടീമുകളും നിലനിർത്തിയിട്ടുണ്ട്. നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ചാണ് പോർച്ചുഗൽ എത്തിയത്. അതേ ടീമിനെ തന്നെ പോർച്ചുഗൽ നിലനിർത്തി. അതൊരു ത്രില്ലർ മത്സരത്തിൽ ക്രൊയേഷ്യ മറികടന്ന ആത്മവിശ്വാസത്തിലാണ് പോർച്ചുഗൽ ഇന്ന് സ്പെയിനെതിരെ ഇറങ്ങുന്നത്. സ്പെയിനും വലിയ ഈ ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെയുടെ ഒന്ന് പതറിയെങ്കിലും വലിയ തിരിച്ചുവരവാണ് സ്പെയിൻ നടത്തിയത്. രണ്ടാമത്തെ മത്സരത്തിൽ വലിയ മാർജിനിൽ സൗദി അറേബ്യയെ തോൽപ്പിക്കുന്നു. അത് നോക്കൌട്ടിലും ആധികാരികമായി എത്തി. നോക്കൌട്ടിൽ ഓസ്ട്രിയയെ എത്തില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ എത്തുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇതുവരെ ഒരു ഗോൾ പോലും സ്പെയിൻ പ്രതിരോധ നിര ഈ ലോകകപ്പിൽ വഴങ്ങിയിട്ടില്ലെന്നാണ്. അതാണ് എടുത്തു പറയുന്നത്. ക്രിസ്ത്യാനോ അടക്കമുള്ള മുന്നേറ്റ നിരക്കാർ ഏറെ പണിപ്പെടേണ്ടി വരും ഈ ഒരു പ്രതിരോധ പൂട്ട് പൊളിക്കാനായിട്ട്. പ്രത്യേകിച്ച് രണ്ട് ടീമിന്റെ മിഡ്ഫീൽഡ് സമാനമാണ്. പെഡ്രിയും അതോടൊപ്പം റോഡ്രി നയിക്കുന്ന മധ്യനിരയാണ്. അതോടൊപ്പം ഡാനി ഓൽമോയും അണിനിരക്കുന്ന മധ്യനിരയാണ് സ്പെയിനേത്. മറുവശത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മധ്യനിരയുമായിട്ടാണ് പോർച്ചുഗൽ ഇറങ്ങുന്നത്. വിറ്റീഞ്ഞയും ബ്രൂണോ ഫെർണാണ്ടസും യാവനെവസും ഒക്കെ ഉൾപ്പെടുന്ന മധ്യനിര. പക്ഷേ അവരതിൻ്റെ ഒരു ശരിയായ ഒരു ശക്തി ഇതുവരെയും ഈ മത്സരം വരെ എത്തി നിൽക്കുമ്പോഴും അവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നത് പോർച്ചുഗൽ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. കളിക്കളത്തിലെ ഒത്തിണക്കം പലപ്പോഴും ഒരു പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷെ അതിനൊക്കെ ഒന്ന് പരിഹാരം കണ്ടേ മതിയാകും. പ്രത്യേകിച്ച് ഇന്ന് തോൽക്കുകയാണെങ്കിൽ റൊണാൾഡോയ്ക്ക് അവസാന ലോകകപ്പ്, അതും കിരീടമില്ലാതെ റൊണാൾഡോയ്ക്ക് മടങ്ങേണ്ടി വരും. തൻ്റെ ദൗത്യം പാതി വഴിയിൽ അവസാനിപ്പിച്ച് റൊണാൾഡോയ്ക്ക് മടങ്ങേണ്ടി വരും. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കാര്യമല്ല. റൊണാൾഡോ എന്ന് പറയുന്ന താരം വിമർശനങ്ങൾക്കൊക്കെ കളിക്കളത്തിൽ എന്നും മറുപടി കൊടുത്താണ് റൊണാൾഡോയ്ക്ക് ശീലം. ഇന്നും അത് തന്നെ സ്പെയിനെതിരെ ആ ബൂട്ടുകൾ ശബ്ദിക്കും. കഴിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ അദ്ദേഹം നോക്കൌട്ടിൽ ഗോൾ നേടില്ല എന്നൊരു ഒരു പരാതി അദ്ദേഹം മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ഇന്നും റൊണാൾഡോ ഗോളടിക്കും, പോർച്ചുഗൽ ജയിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏറെക്കുറെ തുല്യമായ ടീമുകളാണ് അണിനിരക്കുന്നത്. പക്ഷേ ഒരു എഡ്ജ് സ്പെയിനും പറയേണ്ടി വരും. അവർ ഈ ലോകകപ്പിലെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ സ്പെയിനൊരു എഡ്ജ് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഫുട്ബോളാണ്, 90 മിനിറ്റ്, അതിനുശേഷം എക്സ്ട്രാ ടൈം അടക്കമുണ്ട്. എന്ത് സംഭവിക്കാം. ഈ ത്രില്ലറുകൾ ഒരുപാട് കണ്ട മത്സരങ്ങൾ ഈ ലോകകപ്പിലുണ്ടായി. അത്തരമൊരു ത്രില്ലർ ആകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല രണ്ട് ടീമുകൾ, ഈ ലോകകപ്പിൽ തന്നെ ഫേവററ്റുകളായ രണ്ട് ടീമുകൾ പ്രീ ക്വാർട്ടറിൽ തന്നെ ഏറ്റുമുട്ടുന്നു. ഒരു ടീമിന് എന്തായാലും പുറത്തു പോയേ മതിയാകും. അത് ലോകകപ്പിന്റെ നഷ്ടമാണ്. പക്ഷേ നല്ലൊരു മത്സരം കണ്ട് ഈ പ്രീ ക്വാർട്ടർ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുതന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 12:30 തന്നെ മത്സരം ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.